നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിത്യഹരിത നായകൻ, എവർഗ്രീൻ ഹീറോ നമ്മുടെ നസീർ സാറ് വിടവാങ്ങിയത് 1989 ജാനുവരി 16 ജാനുവരി 16 അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. അദ്ദേഹത്തെ വെച്ച് 3 ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം, സഹജീവികളോടുള്ള അനുകമ്പ, കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച നായികന്മാരെക്കുറിച്ച്, സഹനടന്മാരെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, പലതും നിങ്ങൾക്കറിയാവുന്നതുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അറിയാത്ത, അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത ചില കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞാനിവിടെ വിവരിക്കുന്ന സംഭവങ്ങൾ നസീർ സാർ എഴുതി വെച്ച ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും, ഒപ്പം പ്രേം നസീർ ഫൗണ്ടേഷൻ റിസർച്ച് വിങ് കണ്ടെത്തിയ ചില സത്യങ്ങളിൽ നിന്നുമാണ്. തിരുവനന്തപുരം കഠിനംകുളം മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജാവ് നിയമിച്ച ഒരു ബ്രാഹ്മണ പൂജാരിയുടെ പിൻതലമുറക്കാരാണ് പ്രേം നസീറിന്റെ കുടുംബം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ആ സ്ഥലം ഈ കുടുംബത്തിൻ്റെതായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിന് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നതിനായി ആ കുടുംബം വിട്ടുകൊടുത്ത സ്ഥലമായിരുന്നു. പ്രേം നസീർ എന്ന അബ്ദുൽ ഖാദറിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ കൂട്ടുകാരുമൊത്ത് സ്കൂൾ വിട്ട് ഓടി വരുന്ന സമയത്ത് ഒരു കശുവണ്ടിക്കാട്ടിലേക്ക് കയറുന്ന പതിവുണ്ട്. ആ കശുവണ്ടിക്കാടിന്റെ അടുത്ത് തന്നെ ഒരു കാവുമുണ്ട്. ആ കാവിൽ ഒരു വിശ്വാസവുമുണ്ട്. അതായത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കാലിൽ ചിലമ്പണിഞ്ഞ ദേവി കയ്യിലൊരു വാളുമായി ആ വഴി പോകും. അവിടെ ആൾക്കാരെ വല്ലതും കണ്ടാൽ അവരുടെ നേരെ ഭസ്മമെറിയും. ആ ഭസ്മം വീണാൽ അവർ വസൂരി വന്ന് മരിക്കും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുൽ ഖാദറും കൂട്ടുകാരും എല്ലാം കശുവണ്ടി ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് 8 വയസ്സുകാരനായ അബ്ദുൽ ഖാദർ മരത്തിന്റെ മുകളിൽ കയറി കശുവണ്ടിയൊക്കെ ശേഖരിച്ച് താഴെ ഇറങ്ങി വന്നപ്പോൾ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അതോടെ ഒരു ചിലമ്പിന്റെ ശബ്ദം ആ കുഞ്ഞു കാതുകളിൽ കേട്ടു. അങ്ങനെ ഭയന്ന് നിന്ന ആ കുട്ടി ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു ചിലമ്പിന്റെ ശബ്ദം അതാ അടുത്തടുത്തേക്ക് വരുന്നു. ഓടാൻ ശ്രമിച്ചു. തലയിലേക്ക് രക്തം എരച്ചു കയറുന്ന പോലെ ആ കുട്ടിക്ക് തോന്നി. ഓടാൻ ശ്രമിച്ചു, ഓടാൻ പറ്റുന്നില്ല. പിന്നീട് ബോധമറ്റ് വീണത് 3 ദിവസം കഴിഞ്ഞാണ് ആ കുട്ടിക്ക് ഓർമ്മ വീണത്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ കട്ടിലയിൽ കിടക്കുകയാണ്. 3 ദിവസമായി മലമൂത്ര വിസർജനമെല്ലാം കട്ടിലയിൽ തന്നെ. ആ കുട്ടിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്തോ ഒരു മാരക രോഗം പിടിപെട്ടിരിക്കുകയാണ്. ആകെ പരിഭ്രാന്തനായ പിതാവ് അലോപ്പതിയും ആയുർവേദവും എല്ലാം പരീക്ഷിച്ചു നോക്കി. ഒരു ഫലവും കണ്ടില്ല. അവസാനം അവരെല്ലാം വിധി എഴുതി ഈ കുട്ടി മരിച്ചു പോകുമെന്ന്. ചിറയൻകീഴിലെ നാട്ടുകാർക്കെല്ലാം ആ കുട്ടിയോട് വാത്സല്യമായിരുന്നു. ആരെ കണ്ടാലും കുശലം ചോദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ആ 8 വയസ്സുകാരൻ. ഈ കുട്ടി അബ്ദുൽ ഖാദർ മരിച്ചു പോകുമെന്നുള്ള വാർത്ത നാട് മുഴുവൻ പടർന്നു. മരിക്കാൻ കിടക്കുന്ന ആ കുട്ടിയെ കാണാനും തൊട്ടുരുമിയിരുന്ന് കരയാനുമായി ആയിരക്കണക്കിന് നാട്ടുകാർ വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു ശിഷ്യൻ വർക്കലയിലുണ്ടെന്നും അദ്ദേഹം ഒറ്റമൂലി പ്രയോഗം കൊണ്ട് പല രോഗങ്ങളും മാറ്റുന്നുണ്ടെന്നും ബാപ്പ അറിയുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ചികിത്സയും നിശ്ചയിച്ചു. 1001 തുടം മുലപ്പാൽ ഒപ്പിച്ചു തരാമെങ്കിൽ ബാക്കി മരുന്നുകൾ എന്റെ കയ്യിലുണ്ടെന്ന് ആ സന്യാസി പറഞ്ഞു. ചികിത്സാവിധി കേട്ടപ്പോൾ ബാപ്പ ഞെട്ടിപ്പോയി. ആർക്കും ഒരിക്കലും സാധിക്കാത്ത ചികിത്സാവിധി. 1001 തുടം മുലപ്പാൽ എവിടെ നിന്നൊപ്പിക്കും? അദ്ദേഹം കണ്ണീരോടെ വീട്ടിലേക്ക് തിരിച്ചു. ഈ വിവരം വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം അറിഞ്ഞു. അതോടെ ഇതറിഞ്ഞ മുലപ്പാലുള്ള സ്ത്രീകൾ ജാതി മതഭേദമന്യേ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെ വൈദ്യൻ കൽപ്പിച്ച 1001 തുടം മുലപ്പാൽ ശേഖരിച്ചു കഴിഞ്ഞു. ആ വൈദ്യൻ വന്ന് ചികിത്സ തുടങ്ങി. 41ാമത്തെ ദിവസം അബ്ദുൽ ഖാദർ എഴുന്നേറ്റ് നടക്കാനും തുടങ്ങി. ചികിത്സയെല്ലാം പൂർത്തിയാക്കി പോകാൻ തുടങ്ങിയ ആ സന്യാസി അബ്ദുൽ ഖാദറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബ്ദുൽ ഖാദറെ, നിന്റെ സിരകളിലൂടെ ഓടുന്ന രക്തം ഇസ്ലാമിൻ്റെതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, ഹിന്ദുവിൻ്റെതുമല്ല. ഈ നാട്ടിലെ നന്മ നിറഞ്ഞ അമ്മമാരുടെ സ്നേഹമാണ്. അത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ ഉപദേശം അദ്ദേഹം അക്ഷരം പ്രതി പാലിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ജാതി മതവർഗ വേർതിരിവുകൾ ഒന്നുമില്ലായിരുന്നു. ഈ സംഭവം നസീർ സാറിന്റെ ഓർമ്മക്കുറിപ്പിൽ
അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രേം നസീറിന്റെ അനുജൻ പ്രേം നവാസ് എന്ന അബ്ദുൽ വഹാബ്, അദ്ദേഹം നല്ലൊരു നടനായിരുന്നു, പിന്നീട് നിർമ്മാതാവുമായി. അദ്ദേഹത്തിന് പ്രേം നസീറുമായി കുറച്ച് രൂപസാദൃശ്യവുമുണ്ടായിരുന്നു. നാടോടികൾ എന്ന ചിത്രത്തിൽ നായകനായിരുന്നു പ്രേം നവാസ്. അതിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുമ്പോൾ ഒരു അപകടമുണ്ടായി. അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റു, കിടപ്പിലുമായി. പിന്നീട് ഈ ക്ലൈമാക്സ് രംഗം മുഴുവനും അഭിനയിച്ചു തീർത്തത് സാക്ഷാൽ പ്രേം നസീർ ആയിരുന്നു. അവർ തമ്മിലുള്ള രൂപസാദൃശ്യം മൂലം പലർക്കും ഈ വിവരം അജ്ഞാതവുമാണ്. 1962 മെരിലാൻഡ് നിർമ്മിച്ച ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ ശ്രീരാമനായിട്ട് പ്രേം നസീറും ലക്ഷ്മണനായിട്ട് പ്രേം നവാസും വന്നത് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലെ നായകനും പ്രേം നവാസ് ആയിരുന്നു. അബ്ദുൽ വഹാബ് എന്ന പേരായ പ്രേം നവാസിന്റെ ബാല്യകാലത്തിലേക്ക് കടക്കുമ്പോൾ, അബ്ദുൽ വഹാബിന് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ കൂട്ടുകാരുമൊത്തു ചേർന്ന് ഓടുന്ന തീവണ്ടിയുടെ അടിഭാഗത്ത് എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഗവേഷണം നടത്തി. അബ്ദുൽ വഹാബ് പാളത്തിനോട് ചേർന്ന് മലർന്നു കിടന്നു. ട്രെയിൻ കടന്നും പോയി. കൂട്ടുകാരെല്ലാം ഭയന്നോടി. അബ്ദുൽ വഹാബ് തീവണ്ടിയുടെ അടിഭാഗം കണ്ടു. പക്ഷേ നെറ്റിയിൽ ഒരാഴത്തിലുള്ള മുറിവുമുണ്ടായി. ഇത് ആ കുടുംബത്തിൽ വലിയ ഞെട്ടലും കോലാഹലവും ഉണ്ടാക്കി. അബ്ദുൽ വഹാബിനെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. 1992 മാർച്ച് മാസം 6-ാം തീയതി ഒരു വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ചെട്ട്പേട്ട് ലെവൽ ക്രോസിലെ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോൾ അദ്ദേഹത്തിന് തീവണ്ടി തട്ടി ആ ജീവിതത്തിന്റെ സ്പന്ദനം എന്നേക്കുമായി നിലച്ചു. നസീർ സാറ് പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് ഉമ്മയുടെ വേർപാട്. ഉമ്മ മരിക്കുന്നത് അവരുടെ 24-ാമത്തെ വയസ്സിലുമായിരുന്നു. ഒരുപാട് അമ്മമാർക്ക് തുണയായിരുന്ന പ്രേം നസീറിന് തൻ്റെ അമ്മയുടെ മുഖം ഓർമ്മയുമില്ല. അവരുടേതായ ഒരു ഫോട്ടോ പോലും ആരുടെയും കൈവശവുമില്ല. പ്രേം നസീർ ഫൗണ്ടേഷന് വേണ്ടി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ചിത്രകലാ വിദഗ്ധരെ കൊണ്ടുവന്ന് ആ ഉമ്മയുടെ മുഖം കണ്ടിട്ടുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രേം നസീറിന്റെ ഉമ്മയുടെ ചിത്രത്തിന് ജീവൻ നൽകി. പക്ഷേ ആ ഉമ്മയുടെ മുഖം കാണാൻ നസീർ സാറിന് ഭാഗ്യമുണ്ടായില്ല. ഒരിക്കൽ MGRന്റെ സത്യ സ്റ്റുഡിയോയിൽ നസീർ സാർ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങാൻ നേരത്ത് അവിടെ അടുത്തുള്ള ഒരു റൂമില് MGR ഉണ്ടെന്നറിയുന്നു. തനിച്ചാണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്നാൽ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി അദ്ദേഹം റൂമിൽ ചെന്ന് തട്ടുന്നു. ഒരു കസേരയിൽ MGR ഇരിക്കുന്നു. മുഖമെല്ലാം ആകെ ചുമന്നിരിക്കുന്നു. ജീവിതത്തിൽ സത്യസന്ധനും ധീരനുമായ MG രാമചന്ദ്രന്റെ ദുഃഖിക്കുന്ന മുഖം നസീർ സാർ ആദ്യമായിട്ടാണ് കാണുന്നത്. MGR നസീർ സാറിനോട് പറഞ്ഞു, എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സത്യസന്ധത മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഒന്നുണ്ട്, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആ മുഖ്യമന്ത്രി കസേരയുണ്ടല്ലോ, അതിൽ അടുത്ത പ്രാവശ്യം ഞാനായിരിക്കും ഇരിക്കുന്നത്. ഗോപാലമേനോന്റെ മകൻ രാമചന്ദ്ര മേനോനാണ് ഇത് പറയുന്നത് എന്ന് നസീർ സാറിനോട് പറഞ്ഞു. എന്താണ് അടുത്ത പരിപാടി എന്ന് സാറ് ചോദിച്ചു. അടുത്ത പരിപാടി പാർട്ടി ഉണ്ടാക്കുക എന്നതാണ്. പേരിട്ടോ എന്ന് നസീർ സാർ ചോദിച്ചു. ഇല്ല, പേരിട്ടിട്ടില്ല. നസീർ സാർ ഒരു സജഷൻ പറഞ്ഞു. അണ്ണാദുരൈയുടെ പേരുള്ള DMK ആയാൽ നന്നായിരിക്കും എന്ന് നസീർ സാർ ഒരു അഭിപ്രായം പറഞ്ഞു. MGR ഒന്നും മിണ്ടിയില്ല. പക്ഷേ നസീർ സാറ് 4-5 ദിവസം കഴിഞ്ഞ് ഊട്ടിയിലെ ഒരു ഷൂട്ടിംഗ് വേളയിൽ ഒരു തമിഴ് പത്രം കണ്ടു. അതിലെഴുതിയിരിക്കുന്നു, MGR സ്വന്തം പാർട്ടി രൂപീകരിച്ചു, പേര് അണ്ണാ DMK എന്ന്. നസീർ സാർ നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.